ഇന്ന് നമ്മൾ നോക്കുന്നത് ദ റൈസ് ഓഫ് നാഷണാലിസം ഇൻ യൂറോപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ നമ്മുടെ ഹിസ്റ്ററിയുടെ മൊഡ്യൂൾ 1 ആ ചാപ്റ്ററിൻ്റെ നമ്മുടെ ഫോർത്ത് പാർട്ടാണ് അല്ലേ, ഫോർത്ത് പാർട്ടാണ്. എ ന്യൂ കൺസർവേറ്റിസം ആഫ്റ്റർ 1815 എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ എല്ലാവരും പേജ് നമ്പർ 10 എടുക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മൊഡ്യൂൾ 1 പേജ് നമ്പർ 10 എടുക്കുക. എ ന്യൂ കൺസർവേറ്റിസം ആഫ്റ്റർ 1815. എങ്ങനെയാണ് ഒരു ന്യൂ കൺസർവേറ്റിസത്തിലേക്ക് എത്തുന്നതെന്ന് ആദ്യം നമുക്ക് നോക്കാം. അതായത് നമ്മൾ ആദ്യം പഠിച്ചിരുന്ന സമയത്ത് പറഞ്ഞു, ഫ്രഞ്ച് റവല്യൂഷൻ്റെ സമയത്ത് ഫ്രഞ്ച് റവല്യൂഷൻ കഴിഞ്ഞു. ആ ദേശീയതയുള്ള ആളുകളൊക്കെ കൂടി എന്ത് ചെയ്തു, ഒരു ജാക്കോബിയൻ ക്ലബ്ബ് ഉണ്ടാക്കി. ആ ജാക്കോബിയൻ ക്ലബിൻ്റെ ആളുകൾ പുറത്തേക്കൊക്കെ പോയി ആളുകളെയൊക്കെ എന്താ ദേശീയത എന്ന് പറയുന്ന ഒരു ആശയം അവർക്കൊക്കെ പകർന്നു കൊടുത്തു. ആ സമയത്താണ് ആര് വരുന്നത്, നെപ്പോളിയൻ്റെ വരവ്. പിന്നെ നെപ്പോളിയൻ ഈ കോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. പിന്നെ നെപ്പോളിയൻ്റെ കാര്യങ്ങളൊക്കെ എന്തായി, നിയമങ്ങളും ആൾ കൊണ്ടുവന്ന റിഫോംസ് ഒക്കെ എന്തായി, കുറേ കൂടെ ബുദ്ധിമുട്ടുള്ളതായി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ ഇനി നമ്മൾ പറയുന്നത് ആ ഭാഗത്ത് നിന്നാണ്. അതായത് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, പിന്നീട് നെപ്പോളിയൻ്റെ പരാജയമാണ് സംഭവിക്കുന്നത്. 1815 നെപ്പോളിയൻ പരാജയപ്പെടുന്നു. അദ്ദേഹം പരാജയപ്പെട്ട യുദ്ധത്തിൻ്റെ പേര് വാട്ടർലൂ എന്നാണ്. ദ ബാറ്റിൽ ഓഫ് വാട്ടർലൂവിലാണ് അദ്ദേഹം പരാജയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ഡിഫീറ്റ് ആയിരുന്നു അത് കേട്ടോ. ദെൻ അതിനുശേഷം നെപ്പോളിയൻ്റെ ആ ഒരു പതനത്തിന് ശേഷം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഒരു വാദം അല്ലെങ്കിൽ ഒരു സ്പിരിറ്റാണ് എന്ത്, കൺസർവേറ്റിസം എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരിലും വന്നിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വാദം അല്ലെങ്കിൽ ഒരു എന്താ നമ്മളതിനെ പറയുന്നത്, ഒരു തത്വശാസ്ത്രമാണ് പരിരക്ഷണവാദം അല്ലെങ്കിൽ കൺസർവേറ്റിസം എന്ന് പറയുന്നത്. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട വിശ്വാസങ്ങൾ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദി ബിലീവ് ദാറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. ഒരു രാഷ്ട്രീയ തത്വശാസ്ത്രത്തിൽ ഇവർ കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ, പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് പഴയകാലത്തെ രാജവാഴ്ച, ചർച്ച്, സാമൂഹിക പദവി വ്യവസ്ഥ, സ്വത്ത്, കുടുംബം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഇവർ ഊന്നൽ കൊടുത്തിരുന്നത്. എങ്കിലും ഇവർ നെപ്പോളിയൻ കൊണ്ടുവന്നിട്ടുള്ള ആശയങ്ങളെ കുറേ ആശയങ്ങളൊക്കെ ഇവർ ശക്തിപ്പെടുത്തുകയും ഉണ്ടായിട്ടുണ്ട്. സ്വേച്ഛാധിപത്യത്തെയൊക്കെ അവർ എന്താ പറയുക, ശക്തിപ്പെടുത്തുകയും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഇവർ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്തായിരുന്നു, ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. പിന്നെന്താ, മൊണാർക്കി, ചർച്ച്, സോഷ്യൽ ഹൈറാർക്കീസ്, പ്രോപ്പർട്ടി ആൻഡ് ദി ഫാമിലി ഷുഡ് ബി പ്രിസേർവ്ഡ്. ഇതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായി? അതായത് ഈ പറയുന്ന ഒരു ബിലീവുള്ളവർ അല്ലെങ്കിൽ ഈ ഒരു പറയുന്ന ആശയമുള്ളവർ അവർ പരമ്പരാഗത കാര്യത്തെയാണ് എന്ത് ചെയ്തത്, ശക്തിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിച്ചത്. അത് മാത്രമൊന്നുമല്ല, അവർ നല്ലൊരു ബ്യൂറോക്രസി കൊണ്ടുവരണമെന്ന്, നെപ്പോളിയൻ്റെ തന്നെ ഒരു ആഗ്രഹമായിരുന്ന നല്ലൊരു ബ്യൂറോക്രസി കൊണ്ടുവരണമെന്നും നല്ലൊരു ഇക്കോണമി ഉണ്ടാവണം എന്നും ഒക്കെ ആര് ആഗ്രഹിച്ചിരുന്നു, ഈ പറയുന്ന കൺസർവേറ്റിസം. അതുപോലെ തന്നെ നല്ലൊരു ആംഡ് ഫോഴ്സ് ഉണ്ടായിരിക്കണം എന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. പിന്നെന്താണ്, അബോളിഷ് ഫ്യൂഡലിസം ആൻഡ് സെർഫ്ഡമിനും എന്താ പറയുക, ഫ്യൂഡലിസത്തിനുമൊക്കെ ഇവർ എതിരായിരുന്നു. ടു സ്ട്രെങ്തൻ ദി ഓട്ടോക്രാറ്റിക് മൊണാർക്കി ഓഫ് എ യൂറോപ്പ്. ക്ലിയർ ആണല്ലോ? നമുക്ക് ആ ഒരു പാരഗ്രാഫ് ഒന്ന് നോക്കാം. Following the defeat of Napoleon in 1815, European governments were derived by a spirit of conservatism. Conservatives believed that established traditional institutions of state and society. അവർ എന്താണ് ബിലീവ് ചെയ്തിരുന്നത്, ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനും സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഒക്കെ എന്ത് ചെയ്യണം, തിരിച്ചു കൊണ്ടുവരണം. മൊണാർക്കി വേണം, മൊണാർക്കി, ദി ചർച്ച്, സോഷ്യൽ ഹൈറാർക്കീസ്, പ്രോപ്പർട്ടി ആൻഡ് ദി ഫാമിലി ഷുഡ് ബി പ്രിസേർവ്ഡ്. ക്ലിയർ ആണല്ലോ? മോസ്റ്റ് കൺസർവേറ്റീവ്സ് however did not propose a return to the society of a pre-revolutionary days. Rather they realized from the changes initiated by Napoleon, the modernization could be fact strengthen traditional institutions like the monarchy. It could be made state power more effective and strong. A modern army, an efficient bureaucracy, a dynamic economy, the abolition of feudalism and serfdom could strengthen the autocratic monarchies of Europe.
ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ നെപ്പോളിയൻ്റെ പതനത്തിന് ശേഷം എന്ത് ചെയ്തു? പുതിയൊരു ആശയം രൂപപ്പെട്ടു. അതാണ് കൺസർവേറ്റിസം. ഒരു പ്രാധാന്യം കൊടുത്തത് പഴയ പരമ്പരാഗത രീതിയിലുള്ള കാര്യങ്ങൾക്കാണ്. അതായത് നമ്മുടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, രാജവാഴ്ച, സഭ, പിന്നെന്താ സാമൂഹിക വ്യവസ്ഥത, സ്വത്ത്, കുടുംബം, മന്ദഗതിയിലുള്ള മാറ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. മാത്രമൊന്നല്ല, ഒരു നല്ല ബ്യൂറോക്രസി വേണം, നല്ലൊരു ഇക്കോണമി, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെന്താ ഫ്യൂഡലിസത്തെ അബോളിഷ് ചെയ്യണം, സെർവ്ഡം അബോളിഷ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവരെന്ത് ചെയ്തിരുന്നു? ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. പിന്നെന്താ പഴയ സംവിധാനങ്ങളും സ്ഥാപനങ്ങളും സംരക്ഷിക്കണം എന്നവർ കരുതി. എന്നാൽ നെപ്പോളിയൻ കൊണ്ടുവന്ന ചില മാറ്റങ്ങൾ അവർ ആവശ്യമാണെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഈ ആധുനിക സൈന്യം, ഫലപ്രദമായ ബ്യൂറോക്രസി, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രീറ്റി ഓഫ് വിയന്നയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് വളരെ നന്നായിട്ട് തന്നെ പഠിക്കുക. ട്രീറ്റി ഓഫ് വിയന്ന എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളീ പറഞ്ഞ ഈ രാജ്യങ്ങൾ, അതായത് നെപ്പോളിയൻ്റെ പതനത്തിന് കാരണമായത് രാജ്യങ്ങൾ കളക്റ്റീവായിട്ട് നെപ്പോളിയനെതിരെ വന്നതാണ്. 1815 റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി യൂറോപ്യൻ പവേഴ്സ്, ബ്രിട്ടൻ, റഷ്യ, പ്രഷ്യ ആൻഡ് ഓസ്ട്രിയ, who had collectively defeated നെപ്പോളിയൻ. നെപ്പോളിയൻ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഡിഫീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിയന്ന എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോൺഫറൻസ് സംഘടിപ്പിക്കുകയാണ്. എന്തിനാണെന്ന് വിചാരിച്ചാൽ, അതായത് ഭാവിയിലെ യൂറോപ്പിൽ സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട്. ഇപ്പം നമുക്കറിയാം നെപ്പോളിയൻ്റെ ഒക്കെ വാറോട് കൂടിയിട്ട് യൂറോപ്പ് ഒരു പരിവായിട്ട് ഇരിക്കുകയാണ്. അതിനത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന രാജ്യങ്ങൾ, ഏത് പറയുന്നത്, ബ്രിട്ടൻ, റഷ്യ, പ്രഷ്യ ആൻഡ് ഓസ്ട്രിയ, but collectively defeat Napoleon, met at Vienna to draw a settlement for Europe. ഈ പറയുന്ന കോൺഗ്രസ്സിന് എന്ത് ചെയ്തു? അധ്യക്ഷത വഹിച്ചത് ഓസ്ട്രിയൻ ചാൻസലർ ആയിരുന്നിട്ടുള്ള ഡ്യൂക്ക് മെറ്റേർണിച്ച് ആണ്. ഓക്കെ, നമ്മൾ പറയുകയാണ് 1815 ബ്രിട്ടനും റഷ്യയൊക്കെ കൂടിയിട്ട് ഒരു കോൺഗ്രസ് രൂപീകരിച്ചു, അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് ചേർന്നു. എവിടെ? വിയന്നയിലാണ് ചേർന്നത്. അതിന് അധ്യക്ഷത വഹിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? യൂറോപ്പ് സെറ്റിൽമെൻറ്റ് ഫോർ ദ യൂറോപ്പിനൊരു സെറ്റിൽമെൻറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതിൻ്റെ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ഓസ്ട്രിയൻ ചാൻസലർ ആയിരുന്ന ഡ്യൂക്ക് മെറ്റേർണിച്ച് ആയിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രീറ്റി ഓഫ് വിയന്ന. ഇനി ഈ ട്രീറ്റി ഓഫ് വിയന്നയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഈ പറയുന്ന നെപ്പോളിയൻ വന്ന സമയത്ത് നെപ്പോളിയൻ്റെ യുദ്ധകാലത്ത് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങളെയൊക്കെ മീൻസ് അതിനെയൊക്കെ ഒന്ന് തിരിച്ചു കൊണ്ടുവരിക, അതിനെയൊക്കെ ഒന്ന് റിസ്റ്റോർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ മെയിൻ എയിം. അതിൻ്റെ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ഒബ്ജക്റ്റ് ഓഫ് undoing most of the changes that had come about in Europe during the Napoleonic War. ഫസ്റ്റ് വൺ ഇവർ ചെയ്യുന്നത് തന്നെ എന്താണ്? ബർബോൺ ഡൈനാസ്റ്റിനെ എന്ത് ചെയ്തു? റിസ്റ്റോർ ചെയ്തു. ദ ബർബോൺ ഡൈനാസ്റ്റി വിച്ച് ഹാഡ് ബീൻ ഡിപ്പോസ്ഡ് ഡ്യൂറിങ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ വാസ് റിസ്റ്റോർഡ് ടു പവർ. ആരെ കൊണ്ടുവന്നു തിരിച്ച്? രാജവാഴ്ചകൾ പുനഃസ്ഥാപിച്ചു. പിന്നെ നെക്സ്റ്റ് വൺ എന്താണ്? യൂറോപ്പിൽ ഒരു ഓർഡറായിട്ട് വെക്കുക, അല്ലെങ്കിൽ യൂറോപ്പിനെ ഒന്ന് ഓർഡറായിട്ട് കൊണ്ടുവരിക. ദ ഫ്രാൻസ് ലോസ്റ്റ് ദി ടെറിട്ടറീസ് ഇറ്റ് ഹാഡ് അനെക്സ്ഡ് അണ്ടർ നെപ്പോളിയൻ. നെപ്പോളിയൻ്റെ കീഴിൽ കുറേ സ്ഥലങ്ങൾ ഇവർ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്ഥലങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നു? ഇതിനോട് തന്നെ, അതായത് ആ സ്ഥലങ്ങളെയൊക്കെ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതെന്താ പറയുക, യുദ്ധങ്ങളുടെ സ്വാധീനം ഒഴിവാക്കുക. പിന്നെന്താണ്? നെപ്പോളിയൻ പിടിച്ചെടുത്ത രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു? തിരിച്ചു കൊടുക്കുന്നു. പിന്നെ ബർബോൺ രാജവംശം എന്ത് ചെയ്തു? പുനഃസ്ഥാപിച്ചു. ഇനി ഇവർ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നോക്കിക്കോളൂ. ആൻഡ് ഫ്രാൻസ് ലോസ്റ്റ് ടെറിട്ടറീസ് ഇറ്റ് ഹാഡ് നെക്സ്റ്റ് അണ്ടർ നെപ്പോളിയൻ. അവർ നെപ്പോളിയൻ പിടിച്ചെടുത്ത സ്ഥലങ്ങളൊക്കെ കൊടുത്തു. പിന്നെന്താ? എ സീരീസ് ഓഫ് സ്റ്റേറ്റ് വാസ് സെറ്റ് അപ്പോൺ ദി ബൗണ്ടറീസ് ഓഫ് ഫ്രാൻസ് ടു പ്രിവെൻറ്റ് ഫ്രഞ്ച് എക്സ്പാൻഷൻ ഇൻ ഫ്യൂച്ചർ. ഭാവിയിലേക്കുള്ള ഫ്രഞ്ചുകാരുടെ എന്ത് ചെയ്യുക? ആക്രമണം അല്ലെങ്കിൽ എക്സ്പാൻഷൻ തടയാൻ വേണ്ടിയിട്ട് ഓരോ ബൗണ്ടറീസും അവർ എന്ത് ചെയ്തു? സെറ്റപ്പ് ചെയ്യാണ്. ക്ലിയർ ആണല്ലോ. ഫസ്റ്റ് വൺ അവർ നെതർലാൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യം രൂപപ്പെടുത്തുകയാണ്. എങ്ങനെയാണ്? ബെൽജിയം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ദസ് ദ കിങ്ഡം ഓഫ് ദ നെതർലാൻഡ്സ് വിച്ച് ഇൻക്ലൂഡഡ് ബെൽജിയം വാസ് സെറ്റപ്പ് ഇൻ ദ നോർത്തിൽ അവർ ആദ്യം ചെയ്ത കാര്യം എന്തായിരുന്നു? നെതർലാൻഡ് എന്ന് പറയുന്ന ഒരു കിങ്ഡം രൂപപ്പെടുത്തി. എന്തിനേയും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ബെൽജിയത്തെ കൂടെ ഇൻക്ലൂഡ് ചെയ്തു. ഇനി ജനോവ എന്ന് പറയുന്ന രാജ്യത്തെ അവർ എന്തിലേക്ക് ചേർത്തു? പീറ്റ്മോണ്ട് രാജ്യത്തിൽ എന്തിനെ ചേർത്തു? ജനോവയെ ചേർത്തു.
Prussia was given important new territories on its western frontiers, while Austria was given control of northern Italy. റഷ്യ പടിഞ്ഞാറൻ അതിർത്തിയിൽ പുതിയ പ്രദേശങ്ങൾ റഷ്യക്ക് കിട്ടി. ഓസ്ട്രിയ എന്ത് ചെയ്തു? വടക്കൻ ഇറ്റലിയുടെ അധികാരമാർക്കായിരുന്നു? ഓസ്ട്രിയയിലേക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് ജർമ്മൻ കോൺഫെഡറേഷൻ എന്ന് പറയുന്നതിനെ 39 സ്റ്റേറ്റുകളായിട്ട് നിലനിർത്തി. ക്ലിയർ ആണല്ലോ? ഇവർ കൊണ്ടുവന്ന ഓരോരോ മാറ്റങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജർമ്മൻ കോൺഫെഡറേഷനെ നമ്മൾ 39 സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ നിലനിർത്തുന്നു. നെക്സ്റ്റ് എന്താണ്? റഷ്യക്ക് എന്ത് കിട്ടി? പോളണ്ടിൻ്റെ ഒരു ഭാഗം റഷ്യക്കുണ്ട്. പ്രഷ്യ എന്ന് പറയുന്നത് സാക്സണിയുടെ ഒരു ഭാഗമായിട്ട് കിട്ടി. സാക്സണിയുടെ ഒരു ഭാഗം ഒരു പോർഷൻ ആർക്ക് കിട്ടുന്നുണ്ട്? പ്രഷ്യക്ക് കിട്ടി. The main intention was to restore the monarchies that had been overthrown by Napoleon and create a new conservative order in Europe. ഇതൊക്കെ എന്തായിരുന്നു? നെപ്പോളിയൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഒരു ഓർഡർ, ഒരു കൺസർവേറ്റീവ് ഓർഡർ യൂറോപ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ആദ്യം എന്തൊക്കെയായിരുന്നു അവർ ചെയ്തത്? ഫസ്റ്റ് വൺ, ബർബോൺ ഡൈനാസ്റ്റിനെ റീസ്റ്റോർ ചെയ്തു. പിന്നെന്താ? ഫ്രാൻസ് പിടിച്ചെടുത്തിരുന്ന സ്ഥലങ്ങളൊക്കെ അവർ തിരിച്ചു കൊടുത്തു. അതായത് ഫ്രാൻസിനെ വീണ്ടും നെപ്പോളിയൻ്റെ കീഴിൽ വന്നിട്ടുള്ളതൊക്കെ തിരിച്ചു കൊടുത്തു. നെപ്പോളിയൻ്റെ യുദ്ധകാലത്ത് വന്ന പല മാറ്റങ്ങളും തിരിച്ചു കൊണ്ടുവന്നു. പിന്നെന്താ? നെതർലാൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യം രൂപപ്പെടുത്തി. അതിലേക്ക് ബെൽജിയത്തിനെ ഇൻക്ലൂഡ് ചെയ്തു. ജനോവ എന്ന് പറയുന്ന ഇത് പീഡ്മോണ്ട് രാജ്യത്തിൽ ചേർത്തു. റഷ്യ പടിഞ്ഞാറൻ അതിർത്തിയിൽ പുതിയ പ്രദേശങ്ങൾ അവർക്ക് കിട്ടുന്നു. ഓസ്ട്രിയ എന്ത് ചെയ്യുന്നു? ഇറ്റലിയിൽ അധികാരം കിട്ടുന്നു. ജർമ്മൻ കോൺഫെഡറേഷനെ അവർ 39 സ്റ്റേറ്റ് ആയിട്ട് നിലനിർത്തി. ഇനി റഷ്യ പോളണ്ടിൻ്റെ ഒരു ഭാഗം അവർക്ക് കിട്ടുമ്പോൾ റഷ്യക്ക് എന്താണ്? സാക്സണിൻ്റെ ഒരു പോർഷൻ റഷ്യക്കും കിട്ടുകയാണ്. ക്ലിയർ ആണല്ലോ? ഇനി കൺസർവേറ്റീവ് ചെയ്ത മറ്റൊരു കാര്യം നാം നോക്കാം. കൺസർവേറ്റീവ് എന്ത് ചെയ്തു? കൺസർവേറ്റീവ് ഓട്ടോക്രാറ്റിക് ആയിട്ട് വരികയാണ്. അവരെന്ത് ചെയ്തു? ദേ ഡിഡ് നോട്ട് ടോളറേറ്റ്. അവർ ഈ കൺസർവേറ്റീവ്സിനെ വിമർശിക്കുന്നത് അവർക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. അവരോട് അവരുടെ കാര്യങ്ങൾ, അവരെടുക്കുന്ന തീരുമാനങ്ങളോട് വിയോജിപ്പ് പുലർത്തുക, അവരെ വിമർശിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആര് വെച്ച് പൊറുപ്പിച്ചില്ല? കൺസർവേറ്റീവ് വെച്ച് പൊറുപ്പിച്ചില്ല. ക്ലിയർ ആണല്ലോ? പിന്നെന്തായിരുന്നു അവർ ചെയ്തത്? അവരുടെ സ്വഭാവം ഒരു സ്വേച്ഛാധിപത്യ സ്വഭാവമുള്ളതായിരുന്നു. അവരുടെ സ്വഭാവം ഒരു സ്വേച്ഛാധിപത്യ സ്വഭാവത്തിലേക്ക് വന്നു. വിമർശനങ്ങളും എതിർപ്പുകളും ഒന്നും അവർക്ക് സഹിക്കാനേ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അവർ എന്തു ചെയ്തു? പത്രങ്ങൾക്കും പുസ്തകങ്ങൾക്കും നാടകങ്ങൾക്കും ഗാനങ്ങൾക്കും വരെ അവർ എന്ത് ചെയ്തു? സെൻസർഷിപ്പ് ചെയ്തു. പിന്നെന്താ? സ്വാതന്ത്ര്യവും സ്വേച്ഛതയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവരെന്ത് ചെയ്തു? അടിച്ചമർത്തി. അവർ വിപ്ലവം എന്ന് പറയുന്ന ആശയം ഇനിയും ജനിച്ചു, അല്ലെങ്കിൽ ഇനിയും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം അതിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഇത്രയും ക്ലിയർ ആണല്ലോ? Most of them imposed censorship law to control what was said in newspapers, books, plays and songs, and reflected the idea of liberty and freedom. So clear? Associated with the French Revolution. The memory of the French Revolution nonetheless continued to inspire liberals. One of the major issues taken up by the liberal nationalism who criticized the new conservative order was freedom of the press. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രീഡം, പ്രസ്, അതായത് പ്രസ്സുകൾക്ക് ഉണ്ടായിരുന്ന ഫ്രീഡം പോലും നഷ്ടപ്പെടുത്തിയതിന് ലിബറലിസം എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. ഓക്കെ, അങ്ങനെ സംഭവിച്ചപ്പം എന്തായിരുന്നു? ലിബറലിസം, ദേശീയവാദികൾ എന്ത് ചെയ്തു? പതിയെ അടിച്ചമർത്തപ്പെട്ടു. ഇനി നമ്മൾ നോക്കുകയാണ് റെവല്യൂഷണറീസ്. അവർ അടിച്ചമർത്തപ്പെട്ടു എങ്കിലും അവരെന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ആ എന്താ പറയുക, അറിയാതെ, അതായത് ഇപ്പം നമ്മളെ അടിച്ചമർത്താൻ, നമുക്ക് സംസാരിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പതുക്കെ സംസാരിക്കും അല്ലേ? അതുപോലെ തന്നെ എന്ത് ചെയ്യും? ഇവിടെയും എന്ത് സംഭവിച്ചു? ഇവർ ഇത് അടിച്ചമർത്തിയപ്പോൾ ഈ എന്താ പറയുക, നമ്മുടെ സൊസൈറ്റിയിലെ ലിബറൽ നാഷണാലിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അണ്ടർഗ്രൗണ്ടിൽ ഇവർ ചെറുതായിട്ട് വളർന്നു വരുന്നുണ്ടായിരുന്നു. അവിടെയും ഇവിടെയും സീക്രട്ട് സൊസൈറ്റികൾ എന്ത് ചെയ്തു? മുള പൊട്ടാനായിട്ട് തുടങ്ങി. അങ്ങനെ അവരെന്ത് ചെയ്തു? ഈ റെവല്യൂഷണറികൾ അവരുടെ ഐഡിയകൾ എന്ത് ചെയ്തു? സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ക്ലിയർ ആണല്ലോ? വിയന്ന കോൺഗ്രസിന് ശേഷം ഇവരെ വളരെ മനോഹരമായിട്ട് അടിച്ചമർത്തുകയാണ്. നമുക്കറിയാലോ, ഇവരെ നന്നായിട്ട് അടിച്ചമർത്തി. ആ സമയത്ത് തന്നെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ അടിച്ചമർത്തലുകൾ ഒക്കെ ഉള്ള സമയത്ത് തന്നെയും അണ്ടർഗ്രൗണ്ടിൽ ഇവരുടെ ആശയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കൈമാറ്റം ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടായിരുന്നു. രഹസ്യമായിട്ട് ഇവർ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു.
ഓക്കെ. Most of these revolutionaries also saw the creation of nation state as a necessary part of this struggle for freedom. ഇതവർ എന്ത് കണ്ടു? വളരെ നെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫ്രീഡത്തിന് വളരെ നെസസറി, അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം അത്യാവശ്യമാണ്. അടിച്ചമർത്തലുകൾ കൂടുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അടിമയായിട്ട് പോകുമ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലാവുക? സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു സ്വാദ് നമുക്ക് മനസ്സിലാവുക, അല്ലേ? അതുപോലെ തന്നെ അവർക്കും മനസ്സിലായി ഇതൊരു ഫ്രീഡം നെസസറി പാർട്ടാണെന്ന് മനസ്സിലായി. അങ്ങനെ ഇവിടെ നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഒരു ഇറ്റാലിയൻ റവല്യൂഷണറിയെ പറ്റിയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇറ്റാലിയൻ റവല്യൂഷണറി ആണ് ആര്? ഗുസിപ്പി മസീനി. ഓക്കെ. വൺ സച്ച് ഇൻഡിവിജ്വൽ വാസ് ദി ഇറ്റാലിയൻ റവല്യൂഷണറി ഗുസിപ്പി മസീനി. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? ബോൺ ഇൻ ജനോവ ഇൻ 1805. 1805 ജനോവയിൽ ജനിച്ച ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള റവല്യൂഷണറിയാണ് ആര്? ഗുസിപ്പി മസീനി. നിങ്ങളത് വളരെ ഇതായിട്ട് നോക്കുക, നിങ്ങൾക്കത് പഠിക്കാനുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ് ഗുസിപ്പി മസീനിയുടെ. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് ഉണ്ടായത്? ഈ ഗുസിപ്പി മസീനി മെമ്പറായിരുന്നു ഇതിൻ്റെ സീക്രട്ട് സൊസൈറ്റിയുടെ, കാർബനോരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തുണ്ടായിരുന്ന ഒരു സീക്രട്ട് സൊസൈറ്റിയുടെ എന്തായിരുന്നു? ഒരു സീക്രട്ട് മെമ്പറായിരുന്നു ആര്? നമ്മുടെ ഗുസിപ്പി മസീനി. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആസ് എ യങ് മാൻ, 24 വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിനെ നാട് കടത്തി. ഓക്കെ. ലിഗേറിയയിലേക്ക് അദ്ദേഹത്തിനെ നാട് കടത്തുകയാണ്. അദ്ദേഹം ഈ റവല്യൂഷണറി ആക്ടിവിറ്റീസ് നടത്തിയതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തു? നാട് കടത്തുന്നു. നാട് കടത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്? അവിടെ ചെന്നിട്ട് സീക്രട്ട് ആയിട്ടുള്ള പറയുന്ന രാജ്യത്ത് നിന്നിട്ട് ഈ പറയുന്ന രണ്ട് സീക്രട്ട് സൊസൈറ്റികൾ കൂടെ അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. യങ് ഇറ്റലി ഇൻ മാസെൽസും പിന്നെന്താ യങ് യൂറോപ്പ് ഇൻ ബെർണെ എന്ന് പറയുന്ന 2 സീക്രട്ട് സൊസൈറ്റികളാണ് അദ്ദേഹം പിന്നീട് സ്ഥാപിക്കുന്നത്. ഇനി ഗുസിപ്പി മസീനി എന്തിലാണ് വിശ്വസിച്ചിരുന്നത്? ഗുസിപ്പി മസീനി ബിലീവ് ദി ഗോഡ് ഹാഡ് ഇൻറ്റൻറ്റഡ് നേഷൻസ് ടു ബി ദി നാച്ചുറൽ യൂണിറ്റ് ഓഫ് മാൻകൈൻഡ്. നേഷൻ ടു ബി ദി നാച്ചുറൽ യൂണിറ്റ് ഓഫ് മാൻകൈൻഡ് എന്നൊരു കൺസെപ്റ്റിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. പിന്നെന്താ അദ്ദേഹം എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? സോ ഇറ്റലി കുഡ് നോട്ട് കണ്ടിന്യൂ ടു ബി പാച്ച് വർക്ക് ടു സ്മോൾ സ്റ്റേറ്റ് ആൻഡ് കിങ്ഡംസ്. ഇറ്റ് ഹാഡ് ടു ബി ഫോർഡ് ഇൻ ടു സിംഗിൾ യൂണിഫൈഡ് റിപ്പബ്ലിക് വിത്തിൻ എ വൈഡർ അലയൻസ് ഓഫ് നേഷൻസ്. ദിസ് യൂണിഫിക്കേഷൻ അലോൺ കുഡ് ബി ദി ബേസിസ് ഓഫ് ഇറ്റാലിയൻ ലിബർട്ടി. അതായത് നമ്മുടെ അണ്ടർഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്താ പറയുക, ഇറ്റലി ഇങ്ങനെ ഒരു പാച്ച് വർക്കായിട്ട് നിൽക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അങ്ങനെ ഒരുപാട് കാലം നിൽക്കാനായിട്ട് കഴിയില്ല എന്ന് മനസ്സിലായി. കാരണം എന്താണ്? എല്ലാ സ്ഥലത്തു നിന്നും റെവല്യൂഷണറീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഇതിനൊരു ഓർഡറിലേക്ക് വരുന്നുണ്ട്, ഒരു യൂണിഫിക്കേഷനിലേക്ക്. ഫോളോയിങ് ദിസ് മോഡൽ സീക്രട്ട് സൊസൈറ്റീസ് വേർ സെറ്റപ്പ് ഇൻ ജർമ്മനി, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ് ആൻഡ് പോളണ്ട്. മസീനി relentless opposition to monarchy and his vision of democratic republic frightened the conservatives. Metternich described him as the most dangerous enemy of our social order. ക്ലിയർ ആണല്ലോ. അദ്ദേഹത്തിനെ നാട് കടത്തി അല്ലെങ്കിൽ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. ആ സമയത്തും അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് നിന്നത്? അദ്ദേഹം റവല്യൂഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിന്നു. അദ്ദേഹം പല സ്ഥലങ്ങളിൽ അദ്ദേഹം എക്സൈലായിട്ട് പോയ സമയത്ത് അദ്ദേഹം പോയിരുന്ന സ്ഥലങ്ങളിലും എന്ത് സ്ഥാപിച്ചു? 2 സീക്രട്ട് ഗ്രൂപ്പുകൾ സ്ഥാപിച്ചു. അദ്ദേഹം ഫ്രീഡത്തിനും ലിബേർട്ടിക്കും അദ്ദേഹം മുൻഗണന കൊടുത്തു. അങ്ങനെ അത് എവിടെയൊക്കെ സീക്രട്ട് സൊസൈറ്റികൾ സെറ്റപ്പ് ചെയ്തു? ജർമ്മനിയിൽ വന്നു, ഫ്രാൻസിൽ, സ്വിറ്റ്സർലൻഡ്, പോളണ്ട്. ഇതിൻ്റെയൊക്കെ മെയിൻ എയിം എന്തായിരുന്നു? മൊണാർക്കീനെ അബോളിഷ് അല്ലെങ്കിൽ ഒപ്പോസിഷൻ, മൊണാർക്കിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇത് വന്നത്. അതുകൊണ്ട് തന്നെ മെറ്റർനിച്ച് അദ്ദേഹത്തിനെ ഡിസ്ക്രൈബ് ചെയ്തത് എന്തായിട്ടായിരുന്നു? ദ മോസ്റ്റ് ഡേഞ്ചറസ് എനിമി ഓഫ് അവർ സോഷ്യൽ ഓർഡർ എന്നാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഗുസിപ്പി മസീനിനെ പറ്റി നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. അദ്ദേഹം ജനിച്ചത് ഇറ്റലിയിലാണ്. ഇറ്റലിയിൽ ജനോവ എന്ന് പറയുന്ന സ്ഥലത്ത് 1805 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം എവിടെ ജോയിൻ ചെയ്തു? കാർബനോരി എന്ന് പറയുന്ന ഒരു സീക്രട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. 1831 അദ്ദേഹത്തിനെ നാട് കടത്തുന്നുണ്ട്. അദ്ദേഹം യങ് ഇറ്റലി എന്നും യങ് യൂറോപ്പ് എന്നും പറയുന്ന 2 എന്ത് ചെയ്തു? സീക്രട്ട് സൊസൈറ്റീസ് ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഐഡിയകളൊക്കെ എവിടേക്ക് സ്പ്രെഡ് ചെയ്തു? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഐഡിയ ഇൻസ്പയർഡ് ആയത് സീക്രട്ട് ഗ്രൂപ്പ് എവിടെയുള്ള സീക്രട്ട് ഗ്രൂപ്പുകളൊക്കെ? ജർമ്മനി, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ് ആൻഡ്
പോളണ്ട്. കൺസർവേറ്റീവ്സ് അദ്ദേഹത്തിന് വളരെയധികം ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ മെറ്റേർണിച്ച് അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത് മോസ്റ്റ് ഡേഞ്ചറസ് എനിമി എന്നാണ്. ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ ദ ഏജ് ഓഫ് റെവല്യൂഷൻസ് ആണ് നോക്കുന്നത്. ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.